ഈ യുദ്ധം പ്രഖ്യാപിക്കുന്ന രാഷ്ട്രത്തലവന്മാരുടെ മക്കളോട് യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ എത്ര യുദ്ധങ്ങളവിടെ ഉണ്ടാവും? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം സ്വന്തം കുടുംബത്തിലും സ്വന്തം വീട്ടിലും സംഭവിക്കുമ്പോഴേ എല്ലാവർക്കും ബോധം വരുള്ളൂ. ഇപ്പോൾ ഒരു സൈനികരുടെ കാര്യം എടുത്താൽ, സൈനികരുടെ താവളങ്ങൾ ആക്രമിച്ചു, ആ ക്യാമ്പില്ലാതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സൈനികർ എന്ന് പറഞ്ഞ ആൾക്കാരും മനുഷ്യന്മാരാണ്. ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് ഒരു ബോംബിടുമ്പോൾ ഇവരെത്ര പേര് മരിക്കുന്നു? ഈ മരിക്കുന്ന ആ സൈനികൻ ഒരച്ഛനാവാം, ഒരു മകനാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന സൈനികനൊരു മകനുണ്ടാവാം. ഇപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു 2 പേരുണ്ടെങ്കിൽ ഈ 2 പേർക്ക് ആയിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? ആ രീതിയിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നവരെല്ലാം അവരുടെ കുടുംബത്തിലുള്ളവർ, അവരുടെ വീട്ടിലുള്ള അവരുടെ മക്കൾ ഇറങ്ങി സൈനികരുടെ മുമ്പിൽ നിന്ന് യുദ്ധം നയിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്ത് യുദ്ധം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങളാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് അവരുന്നയിക്കുന്നത് ഒരു പക്ഷേ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം. അതിന് രാജ്യത്തിൻ്റെ പേര് മൊത്തം വലിച്ചഴിക്കുന്നു. ഓരോ യുദ്ധങ്ങളിലും എത്ര അമ്മമാരാണ് കണ്ണുനീര് വീഴിക്കുന്നവരുടെ, എത്ര മക്കൾ മരിക്കുന്നു. നമ്മൾ ഒരച്ഛനും അമ്മയെ നഷ്ടപ്പെടുന്ന ഒരു കുട്ടീൻ്റെ കാര്യം ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 10, 14, 15 വയസ്സായ ഒരു കുട്ടി, അവരുടെ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ വളർന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ യുദ്ധത്തിൽ പെട്ടെന്ന് കൊല്ലപ്പെടുന്നു. ആ ഒരു സിറ്റുവേഷൻ വരുമ്പം ഫുള്ള് ബ്ലാങ്ക്. അപ്പോൾ ആ കുട്ടിയുടെ ഒരവസ്ഥ എന്തായിരിക്കും? ആ കുട്ടി വലുതായി ആ മരണം വരെ ആ ഒരു ട്രോമ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവില്ലേ? അപ്പോൾ ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അവരുടെ വിജയത്തിനും വേണ്ടി അഹങ്കരിക്കുമ്പോൾ, ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ആ വിജയ പുതുക്കി വേണ്ടി അതിൻ്റെ പുറകെ പോകുമ്പോൾ അവർ ആലോചിക്കേണ്ട ഒരു കാര്യം, സ്വന്തം വീട്ടിൽ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ആരും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇവരെല്ലാം ബങ്കറുകളിൽ കയറി വിളിക്കും, അവർക്ക് സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങളും നമ്മളെപ്പോലുള്ള സിവിലിയൻസ് ആണ് ഇതിൽ കഷ്ടപ്പെടുന്നത്, കണ്ണീര് കുടിക്കുന്നത്.